നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചിന്നക്കനാൽ വില്ലേജിൽ റവന്യൂ വകുപ്പിന്റെ ഭൂമി കയ്യേറി വനം വകുപ്പ് ബോർഡ് സ്ഥാപിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധം. വനം വകുപ്പ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ആനയിറങ്കൽ ജലാശയത്തിലേക്കുള്ള റോഡ് അടച്ചുകൊണ്ട്. ഇതോടെ വനം വകുപ്പ് ഓഫീസ് ഉപരോധമടക്കമുള്ള സമരത്തിനൊരുങ്ങി നാട്ടുകാർ. യൂത്ത് കോൺഗ്രസിന്റെ പ്രകോപനപരമായ മുദ്രാവാക്യം ഏത് സാഹചര്യത്തിലാണെന്ന് അറിയില്ലെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞവരോട് തന്നെ അതേക്കുറിച്ച് ചോദിക്കണം. കത്തി കണ്ടെത്തേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തം. ധീരജിനെ കുത്തിയത് യൂത്ത് കോൺഗ്രസുകാർ അല്ലെന്നും ഡീൻ കുര്യാക്കോസ്. കല്ലാർകുട്ടി പട്ടയ വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി. പട്ടയാവകാശ സംരക്ഷണ വേദിയുടെ ആക്ഷേപം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം സർവേ നടപടികളുമായി രംഗത്ത് വരുന്ന സാഹചര്യമെന്ന്. കാലാകാലങ്ങളായി നടക്കുന്ന സർവേ നടപടികളായി മാത്രം പട്ടയ നടപടികൾ ചുരുങ്ങുന്ന സമീപനം അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും പട്ടയാവകാശ സംരക്ഷണ വേദി. അറക്കുളം AE ഓഫീസിന്റെ സീലിംഗ് പൊളിഞ്ഞു വീണ അപകടം. വൻ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. അപകടം നടന്നത് AEO ഉൾപ്പെടെയുള്ള ജീവനക്കാർ ഓഫീസിലിരിക്കുമ്പോൾ. വിശദമായ വാർത്തകൾ. ചിന്നക്കനാൽ വില്ലേജിൽ റവന്യൂ വകുപ്പിന്റെ ഭൂമി കയ്യേറി വനം വകുപ്പ് ബോർഡ് സ്ഥാപിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധം. ആനയിറങ്കൽ ജലാശയത്തിലേക്കുള്ള റോഡ് അടച്ചുകൊണ്ടാണ് വനം വകുപ്പ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതോടെ വനം വകുപ്പ് ഓഫീസ് ഉപരോധമടക്കമുള്ള സമരത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ. സിമന്റ് പാലത്തിന് സമീപം ആനയിറങ്കൽ ജലാശയത്തിലേക്കുള്ള റോഡ് അടച്ച ശേഷമാണ് വനം വകുപ്പ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. വർഷങ്ങളായി പ്രദേശവാസികൾ ഉപയോഗിച്ചു വന്നിരുന്ന റോഡാണിത്. ചിന്നക്കനാൽ വില്ലേജിൽ വനംവകുപ്പിന് ഭൂമിയില്ലെന്നാണ് റവന്യൂ വകുപ്പ് അധികൃതർ പറയുന്നത്. BTRൽ ഉൾപ്പെടെ വനംവകുപ്പിന് ഭൂമിയില്ലാത്ത വില്ലേജാണ് ചിന്നക്കനാൽ. എന്നാൽ വനംവകുപ്പ് കൈവശം വെച്ചിരുന്ന ഭൂമിയാണിതെന്നാണ് വനംവകുപ്പ് അധികൃതരുടെ വാദമെന്ന് നാട്ടുകാർ പറയുന്നു. സോളാർ പദ്ധതി എന്ന് പറഞ്ഞ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട് പോലും ഫോറസ്റ്റുകാർ അത് അട്ടിമറിച്ചുകൊണ്ട് ജനങ്ങളുടെ കൃഷിമേഖല നശിപ്പിക്കുവാനായിട്ട് മൃഗങ്ങളെ ഇറക്കി വിട്ട് കൃഷി നശിപ്പിക്കുന്ന ഒരു നടപടിയാണ് ഫോറസ്റ്റ് ഇതുവരെ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. 4 വർഷം മുമ്പേ പദ്ധതി പൂർത്തിയാക്കേണ്ടതായിരുന്നു. ഇതുവരെ ആ പദ്ധതി പൂർത്തിയാക്കാതെ മുതൽ ഫോറസ്റ്റുകാരത് ജനങ്ങളെ ഇവിടുന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി ബോധപൂർവമായിട്ടുള്ള മയിലിനെയും അതുപോലെ തന്നെ ആനയെ ഇറക്കി വിട്ടുകൊണ്ട് ജനങ്ങളുടെ കൃഷിഭൂമി നശിപ്പിക്കുന്ന ഒരു നടപടിയിലേക്കാണ് ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. മുൻപ് ഇവിടെ സ്ഥാപിച്ചിരുന്ന ബോർഡ് കാട്ടാന നശിപ്പിച്ചതിനാൽ പുതിയ ബോർഡ് സ്ഥാപിച്ചതാണെന്ന് വനംവകുപ്പ് ദേവികുളം റേഞ്ച് ഓഫീസർ വ്യക്തമാക്കി. വനംവകുപ്പ് ജണ്ട സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ബോർഡ് സ്ഥാപിച്ചതെന്നും അധികൃതർ പറയുന്നു. 2019 ആനയിറങ്കൽ ജലാശയത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 1252 ഹെക്ടറിൽ പുതിയ ദേശീയോദ്യാനം സ്ഥാപിക്കുന്നതിന് വനംവകുപ്പ് പദ്ധതി തയ്യാറാക്കിയിരുന്നു. HNLന്റെ കൈവശമുണ്ടായിരുന്നതും പിന്നീട് പാട്ടക്കാലാവധി അവസാനിച്ചതുമായ ഭൂമി ഉൾപ്പെടെയാണ് ദേശീയോദ്യാനത്തിനായി വനംവകുപ്പ് കണ്ടെത്തിയത്. ബ്ലോക്ക് 7-ലെ 83.32 ഹെക്ടർ ഭൂമിയും ബ്ലോക്ക് 8-ലെ 281.57 ഹെക്ടർ ഭൂമിയും ഉൾപ്പെടുന്ന സ്ഥലമാണ് HNLന് പാട്ടത്തിന് നൽകിയിരുന്നത്. ഇത് വനംവകുപ്പ് കൈവശം വച്ചിരുന്നതാണെന്നും പാട്ടക്കാലാവധി അവസാനിച്ച മുറയ്ക്ക് തിരികെ ഏറ്റെടുത്തുവെന്നുമാണ് വനംവകുപ്പ് അധികൃതരുടെ വാദം. എന്നാൽ പുതിയ ദേശീയോദ്യാനം കൊണ്ടുവരാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തി. വനംവകുപ്പിന്റെ നീക്കത്തിനെതിരെ 1000-ലധികം ഒപ്പുകൾ ശേഖരിച്ച് കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകുമെന്ന് ചിന്നക്കനാൽ സിംഗകണ്ഠം നിവാസികൾ പറഞ്ഞു. ആദിവാസി ഭൂവിതരണം അട്ടിമറിക്കുകയും UNDP ഫണ്ട് മേടിച്ച് നാട്ടുകാർ വെച്ചുപിടിപ്പിച്ച മരങ്ങൾ വനം വകുപ്പിൻ്റേതാണെന്ന് സ്ഥാപിക്കുന്നതിനും ഇടുക്കി ജില്ലക്കാരെ കുടിയിറക്കുന്നതിനും വേണ്ടി മനഃപൂർവ്വം വനം വകുപ്പ് കൊണ്ടാക്കുന്ന ഒരു നടപടിയായത്. AK മന്ത്രിസഭയിൽ 2000 1490 ഏക്കർ സ്ഥലം ആദിവാസിക്ക് പതിച്ചു കൊടുക്കാൻ ഉത്തരവായി. ആ ഉത്തരവിൽ 822 ഏക്കർ സ്ഥലം അനധികൃതമായിട്ട് ഇപ്പം വനംവകുപ്പ് കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. ആയതിന് SC/ST കമ്മീഷന്റെ 2 ഉത്തരവുകൾ നിലവിലുണ്ട്. ഈ ഭൂമി ഇത്ര ദിവസം തിരിച്ചു കൊടുക്കണമെന്ന്. അതിന് പ്രധാനമായിട്ട് ഇവിടെ എതിര് നിൽക്കുന്ന വനംവകുപ്പും റവന്യൂ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുമാണ്. അവർക്ക് മൊത്തത്തിൽ ചിന്നക്കനാൽ വനമാക്കണം. വിഷയത്തിൽ വനംവകുപ്പ് ഓഫീസ് ഉപരോധമടക്കമുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും വ്യക്തമാക്കി. ഈ ബോർഡ് സ്ഥാപിച്ചതിലും ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിനുള്ള റവന്യൂ അല്ലാതെ ഫോറസ്റ്റ് അധികൃതർ നേരെ സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പോരാട്ടം നേരിടാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് പിന്തുണയുമായിട്ട് ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളും ഞങ്ങളൊരു കൂട്ടത്തിൽ നിൽക്കാമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കാരണം ഞങ്ങൾ ഉടനെ തന്നെ സമരത്തിലോട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം വനംവകുപ്പിന്റേതാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട ചിന്നക്കനാൽ വില്ലേജ് അധികൃതർ വനംവകുപ്പിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്.
യൂത്ത് കോൺഗ്രസിന്റെ പ്രകോപനപരമായ മുദ്രാവാക്യം ഏത് സാഹചര്യത്തിലാണെന്ന് അറിയില്ലെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ്. ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞവരോട് തന്നെ അതേക്കുറിച്ച് ചോദിക്കണം. കത്തി കണ്ടെത്തേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ധീരജിനെ കുത്തിയത് യൂത്ത് കോൺഗ്രസുകാർ അല്ലെന്നും ഡീൻ കുര്യാക്കോസ് തൊടുപുഴയിൽ പറഞ്ഞു. ഇടതുപക്ഷ ഗവൺമെന്റ് ആണല്ലോ കേരളം ഭരിക്കുന്നത്. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പോലീസാണല്ലോ കേസ് അന്വേഷിച്ചത്. ഈ പറയപ്പെടുന്ന തെളിവ് പോലും കണ്ടെത്തിയിട്ടില്ല. യൂത്ത് കോൺഗ്രസ്സുകാരാണ് അത് ചെയ്തത് എന്ന് തെളിവ് പോലും കണ്ടെത്തി. നിങ്ങൾ ഏതെങ്കിലും ഒരു കേസ് എടുത്ത് പരിശോധിച്ചു. ഞാനിത് പറയുന്നത് ആധികാരികമായി പറയുന്നു. ഒരു കേസിൽ ഇങ്ങനെ ഒരു ആരോപണം വന്നു, പക്ഷേ പറയപ്പെടുന്ന പ്രതി ചേർക്കപ്പെട്ട ആളുകളെ അതിലേക്ക് കണക്ട് ചെയ്യുന്ന യാതൊരു തെളിവും കേരള പോലീസിന്റെ കയ്യിലില്ല. ഒരു തെളിവില്ല. അവരെല്ലാം ജാമ്യത്തിലാണ്. നിങ്ങളുടെ പോലീസ് അന്വേഷിച്ച് ഈ പറയുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് അനാവശ്യമായി രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി കുറച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളാണ് അവർ അവരെ ആരും വിളിച്ചു വെച്ചിട്ടില്ലല്ലോ. അവർ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുമാണ്. ആ നേതാക്കന്മാരെ ഞങ്ങൾ സംരക്ഷിക്കുമെന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്തിന്റെ പേരിലാണ്? അതിനെ ശരിവെക്കുന്നതാണ് നിങ്ങളുടെ പോലീസ് അന്വേഷണം. ഈ പറയപ്പെടുന്നത് നിങ്ങളിപ്പോ കത്തിയെ കുറിച്ചോ, ഞാൻ ആ കത്തി എവിടെയെന്ന് ആ പോലീസ് ഒന്ന് കാണിച്ചു തരട്ടെ. ഒരു വെറുതെ ചുമ്മാ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നാണ് മുദ്രാവാക്യം. പറഞ്ഞ ആളോട് പോയി ചോദിക്കുക, അതായിരിക്കും കൂടുതൽ. ഏതായാലും യൂത്ത് കോൺഗ്രസിനൊന്നും ആ കേസിൽ യാതൊരു ബന്ധമില്ല. അതാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ എല്ലാത്തിന്റെ അർത്ഥം. യൂത്ത് കോൺഗ്രസിന് ആ കേസിൽ യാതൊരു ബന്ധമില്ല. യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പൊ ഈ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ആളുകൾക്കും ആ കേസിൽ യാതൊരു ബന്ധമില്ല. 100% ഉറപ്പാണ്. അത് നിങ്ങൾ അന്വേഷിച്ച ആ കേസ് അന്വേഷിച്ച ആ പോലീസുകാർക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ രഹസ്യമായിട്ടൊക്കെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്തായിരുന്നു ആ കേസിന്റെ അന്വേഷണ വേളയിൽ അവർക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനമെന്നോ അല്ലെങ്കിൽ അതിലേക്ക് കൊളാബറേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളെന്നോ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇതൊരു മറ്റ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ പോലെയുള്ള ഒരു വിഷയമായിട്ടല്ല അത് വന്നത്. അത് അനാവശ്യമായി CPM അപ്പോഴേ സ്റ്റാമ്പ് ചെയ്ത് യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഇതിൽ പ്രതികൾ, കേസുകാരാണ് പ്രതികൾ എന്ന് പറഞ്ഞ് അനാവശ്യമായ ആരോപണം ഉന്നയിച്ച് അവരെ ജയിലിലിട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർക്ക് പെട്ടെന്ന് തന്നെ കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു. അതാണ് അതിനകത്തുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ കൊലവിളി മുദ്രാവാക്യത്തിനെതിരെ ഡിവൈഎഫ്ഐ കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രക്തസാക്ഷി ധീരജിനെ അപമാനിച്ച് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് നടത്തിയ കൊലവിളി മുദ്രാവാക്യത്തിനെതിരെയാണ് പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തിയത്. ഡിവൈഎഫ്ഐ കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കുന്തളംപാറ റോഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രകടനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് നിതിൻ എന്ന് പറയുന്നയാൾ മുദ്രാവാക്യം വിളിക്കുകയാണ്. ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തിയ കത്തി ഞങ്ങൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല, ആ കത്ത് ഞങ്ങൾ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് ഒരു മടിയും കൂടാതെ കൊലപാതക രാഷ്ട്രീയത്തെ സംരക്ഷിക്കുകയും കൊലപാതകികളെ സംരക്ഷിക്കുകയും ധീരജനെ കൊലപ്പെടുത്തിയത് തങ്ങളാണെന്ന് ഒരു മടിയും കൂടാതെ കൊലയാളി സംഘങ്ങളായി മാറിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഒരു പ്രകടനത്തിൽ പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായി മുദ്രാവാക്യം വിളിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് മുദ്രാവാക്യം വിളിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആ മുദ്രാവാക്യം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ കേരളത്തിലെ കോൺഗ്രസിന് തന്നെ, ഈ കേരളത്തിലെ രാഷ്ട്രീയ കേരളത്തിന് അപമാനകരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഒരു മടിയുമില്ലാതെ ആ മുദ്രാവാക്യം ഏറ്റുവിളിക്കുകയാണ്. സഖാവ് ധീരജ് രാജേന്ദ്രൻ ഈ കേരളത്തിനകത്ത് എല്ലാ അമ്മമാരുടെയും എല്ലാ സഹോദരിമാരുടെയും മനസ്സിലേറ്റ മുറിവാണ്. ബ്ലോക്ക് സെക്രട്ടറി ഫൈസൽ ജാഫർ അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് S. സുധീഷ്, ബ്ലോക്ക് പ്രസിഡന്റ് ജോബി എബ്രഹാം, നേതാക്കളായ നിയാസ് അബു, ഫ്രെഡി മാത്യു, M. ശിവകുമാർ, ബിപിൻ ബാബു എന്നിവർ സംസാരിച്ചു. കല്ലാർകുട്ടി പട്ടയ വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം സർവേ നടപടികളുമായി രംഗത്തു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് പട്ടയാവകാശ സംരക്ഷണ വേദി മുൻപോട്ട് വയ്ക്കുന്ന ആക്ഷേപം. കാലാകാലങ്ങളായി നടക്കുന്ന സർവേ നടപടികളായി മാത്രം പട്ടയ നടപടികൾ ചുരുങ്ങുന്ന സമീപനം അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി വ്യക്തമാക്കി.
കല്ലാർകുട്ടി ജലാശയത്തിന്റെ സമീപ മേഖലകളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് നീളുകയാണ്. നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും പട്ടയമെന്ന തങ്ങളുടെ ആവശ്യത്തോട് ബന്ധപ്പെട്ടവർ മുഖം തിരിക്കുന്നുവെന്നാണ് കല്ലാർകുട്ടി നിവാസികളുടെ ആക്ഷേപം. ഈ സാഹചര്യത്തിലാണ് പട്ടയ വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി കല്ലാർകുട്ടി പട്ടയ അവകാശ സംരക്ഷണ വേദി രംഗത്ത് വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം സർവേ നടപടികളുമായി രംഗത്ത് വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കാലാകാലങ്ങളായി നടക്കുന്ന സർവേ നടപടികളുമായി മാത്രം പട്ടയ നടപടികൾ ചുരുങ്ങുന്ന സമീപനം അംഗീകരിക്കാൻ കഴിയില്ല. കല്ലാർകുട്ടിയിൽ പട്ടയം നൽകാമെന്ന സർക്കാർ ഉത്തരവാണ് ഉണ്ടാകേണ്ടതെന്നും കല്ലാർകുട്ടി പട്ടയ അവകാശ സംരക്ഷണ വേദി പ്രവർത്തകർ വ്യക്തമാക്കി. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കാലഘട്ടങ്ങളിൽ ഇതേപോലെ തന്നെ ഒരു സർവേ നടപടികളൊക്കെ ആരംഭിച്ചു. അത് ഇടയ്ക്ക് ഇലക്ഷൻ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അത് അവസാനിക്കുന്നതാണ് കണ്ടത്. ഇപ്പോൾ നിലവിൽ ഈ സർവേ നടപടികൾ ആരംഭിക്കുന്നു, ഉദ്യോഗസ്ഥന്മാരെ പോസ്റ്റ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഇലക്ഷൻ കാലഘട്ടം ഉടനെ അടുത്തു വരുന്നൊരു സാഹചര്യമുള്ളത്. അപ്പോൾ ഞങ്ങൾ വിലയിരുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ കാലാകാലങ്ങളിൽ നടക്കുന്ന ഒരു സർവേ നടപടികൾ മാത്രമായിട്ട് ഈ പട്ടയ നടപടികൾ ചുരുങ്ങിപ്പോവുകയാണെന്നാണ് തോന്നുന്നത്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുപോലെ തന്നെ സർക്കാർ ഈ വിഷയത്തിൽ അതീവ താല്പര്യം, ജനങ്ങൾക്ക് പട്ടയം കൊടുക്കണമെന്ന് സർക്കാരിന് താല്പര്യമുണ്ട് എങ്കിൽ സർവേ നടപടികളേക്കാൾ ഉപരിയായിട്ട് സർക്കാർ ഉത്തരവാണ് വരേണ്ടത്. കല്ലാർകുട്ടി മേഖലയിലെ കാശ്മീരിൽ പട്ടയം കൊടുക്കാനുള്ള സർക്കാർ ഉത്തരവാണ് വരേണ്ടതെന്നാണ് കല്ലാർകുട്ടി പട്ടയ അവകാശ സംരക്ഷണ വേദി ഈ വിഷയത്തിൽ നമ്മളുടെ വിലയിരുത്തൽ. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ ഇരുകരകളിലുമായി വെള്ളത്തൂവൽ, കൊന്നത്തടി പഞ്ചായത്തുകളിൽ അധിവസിക്കുന്ന 3500-ലധികം കുടുംബങ്ങൾക്കാണ് പട്ടയം ലഭ്യമാക്കേണ്ടതുള്ളത്. പട്ടയ വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നതിനായി രൂപം കൊണ്ട പട്ടയ അവകാശ സംരക്ഷണ വേദി മുമ്പ് വിവിധ സമര പരിപാടികൾക്ക് രൂപം നൽകിയിരുന്നു. പട്ടയ വിഷയത്തിൽ ഇനിയും തങ്ങൾക്ക് നേരെ മുഖം തിരിക്കരുതെന്നാണ് കല്ലാർകുട്ടി പട്ടയ അവകാശ സംരക്ഷണ വേദിയുടെയും കുടുംബങ്ങളുടെയും ആവശ്യം. അറക്കുളം AEO ഓഫീസിന്റെ സീലിംഗ് പൊളിഞ്ഞു വീണ അപകടം. തലനാരിഴയ്ക്ക് വൻ അപകടം ഒഴിവായി. AEO ഉൾപ്പെടെയുള്ള ജീവനക്കാർ ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് അപകടം നടന്നത്. മൊത്തം 10 ജീവനക്കാരാണ് ഓഫീസിലുള്ളത്. AEO ആഷിമോൾ കുര്യാച്ചൻ ഉൾപ്പെടെ ജീവനക്കാർ ഓഫീസിൽ ഇരിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. വലിയ ശബ്ദം കേട്ട് സംശയം തോന്നിയ ജീവനക്കാർ പുറത്തേക്ക് ഓടിമാറിയതിനാൽ വലിയ അപകടം ഒഴിവായി. സീലിംഗ് പൊളിഞ്ഞു വീണതിനെ തുടർന്ന് ഓഫീസ് ഉപകരണങ്ങളും ഫയലുകളും നശിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സീലിംഗിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത്. സീലിംഗിന്റെ ഫിറ്റിംഗിലെ തകരാറാണ് ഇത് പൊളിഞ്ഞു വീഴാൻ കാരണമെന്നാണ് പരാതി. കർഷകരെ സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിനൊപ്പം പോയെന്ന് പറയുന്ന കേരള കോൺഗ്രസ് ഇപ്പോൾ മിണ്ടാട്ടമില്ലാത്തവരായി മാറിയിരിക്കുകയാണെന്ന് AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി കട്ടപ്പന കൃഷിഭവന് മുമ്പിൽ കർഷക കോൺഗ്രസ് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി കൃഷിഭവന് മുമ്പിൽ ധർണ നടത്തിയത്. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി സമരം ഉദ്ഘാടനം ചെയ്തു. വാക്കുകൾ ഒന്നും പാലിക്കാത്ത ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. കർഷകരെ സംരക്ഷിക്കാനാണ് ഇടതുപക്ഷത്തോടൊപ്പം പോയതെന്ന് പറയുന്ന കേരള കോൺഗ്രസിന് ഇപ്പോൾ മിണ്ടാട്ടമില്ലാതായി. പ്രഖ്യാപനങ്ങൾ നടത്തുകയല്ലാതെ ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ ഇടതുപക്ഷ സർക്കാരിന് സാധിക്കുന്നില്ല. ആകെ ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ട പണം ആഡംബരത്തിനു വേണ്ടി ചിലവഴിക്കുന്നു എന്നുള്ളത് മാത്രമാണെന്നും EM അഗസ്തി കുറ്റപ്പെടുത്തി. ഏത് വാഗ്ദാനമാണ് ഗവൺമെന്റ് പാലിച്ചിട്ടുള്ളത്? റബ്ബറിന് താങ്ങുവില കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. ആ താങ്ങുവിലയെ പറ്റി ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോ കേരളത്തിലെ ഗവൺമെന്റോ പറയുന്നുണ്ടോ? കർഷകനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷ മുന്നണിക്കൊപ്പം പോയതെന്ന് പറയുന്ന കേരള കോൺഗ്രസ് എന്ന പാർട്ടി ഇപ്പോൾ മിണ്ടാട്ടമില്ലാത്തവരായിരിക്കുകയാണ്. കാർഷിക പാക്കേജുകളെ പറ്റി കേരളത്തിലെ മുഖ്യമന്ത്രി വലിയ ആവേശപൂർവ്വം സംസാരിക്കുമായിരുന്നു. കുട്ടനാട് പാക്കേജിന്റെ സ്ഥിതി എന്താണ്? ഇടുക്കി പാക്കേജിന്റെ സ്ഥിതി എന്താണ്? ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ കഴിയുന്നില്ല. 18,000 കോടിയുടെ പദ്ധതിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടെ വന്ന് കട്ടപ്പനയിൽ വന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 15 ദിവസം മുമ്പ് പ്രഖ്യാപിച്ചത്. വർഷം 4 കഴിഞ്ഞു. 4ാം വർഷത്തിൽ 4ാം വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രി പാർട്ടിക്കും ഈ 18,000 കോടിയുടെ രൂപ എവിടെ പോയി എന്ന് പറയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ഞാൻ സംശയമില്ല. ഉത്തരവാദിത്വമുണ്ട് എന്നവർക്കറിയാം, പക്ഷേ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഞാനും കൂടി പങ്കെടുത്തൊരു സമ്മേളനത്തിലാണ് ശ്രീ തോമസ് ഐസക്, കേരളത്തിലെ മുൻ ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക് പറഞ്ഞത്, നമ്മൾ പ്രഖ്യാപിച്ച ഇടുക്കി പാക്കേജ് ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയാത്തതിനെ സംബന്ധിച്ച് ആലോചിക്കണം എന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയാത്തതിനെ പറ്റി ആലോചിക്കണമെന്നാണ്. പാക്കേജ് തന്നെ നടപ്പിലാക്കിയില്ല, പാക്കേജ് ഇല്ല. ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് അദ്ദേഹത്തോട് ചോദിച്ചിട്ടാണോ 18,000 കോടിയുടെ പാക്കേജ് പ്രഖ്യാപിച്ചത്? എവിടെയാണ് പണം? ബഡ്ജറ്റിൽ പണമുണ്ടോ?
18,000 കോടി രൂപ ആകാശത്ത് പൊട്ടി വീഴുമെന്നാണ് പിണറായി വിജയനും കൂട്ടരും വിചാരിച്ചത്. സംസ്ഥാനത്തെ കാർഷിക മേഖലയ്ക്ക് ലോകബാങ്ക് അനുവദിച്ച 139.64 കോടി രൂപ സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങൾക്കായി വകമാറ്റി ചെലവഴിച്ചു. ഇടുക്കി പാക്കേജിൽ അനുവദിച്ച തുക ഇതുവരെ ചെലവഴിച്ചിട്ടില്ല. ജില്ലയിൽ ഭൂപ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തങ്കച്ചൻ പാണാട്ടിൽ അധ്യക്ഷനായിരുന്നു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, KPCC സെക്രട്ടറി തോമസ് രാജൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട, കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, ഷൈനി സണ്ണി ചെറിയാൻ, ജോസ് ആനക്കലിൽ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും പ്രതിഷേധത്തിന്റെ ഭാഗമായി. കർഷക കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി കൃഷിഭവനിലേക്ക് മാർച്ചും ധർണയും നടത്തി. KPCC അംഗം AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. കേരള പദ്ധതിക്കായി ലോകബാങ്ക് അനുവദിച്ച ഫണ്ട് വകമാറ്റി ചെലവഴിച്ച സർക്കാർ നടപടിക്കെതിരെയും വേനൽ കാലവർഷക്കെടുതികളുടെ നഷ്ടപരിഹാരം അടിയന്തരമായി വിതരണം ചെയ്യുക എന്ന ആവശ്യം ഉന്നയിച്ചുമാണ് കർഷക കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി കൃഷിഭവനിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ചേലച്ചുവട് ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് കൃഷിഭവന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണയിൽ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് മുണ്ടൻമലയിൽ അധ്യക്ഷത വഹിച്ചു. KPCC അംഗം AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. കടുത്ത അനീതിക്കും അവഗണനയ്ക്കുമെതിരെയാണ് ഈ സമരം. നമ്മുടെ ജില്ലയിലെ തന്നെ കാർഷിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന മേഖലയിൽ കൃഷി മേഖലയെ ഈ സർക്കാർ തകർത്ത് തരിപ്പണമാക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നബാർഡ് മുഖേന കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് ഉണർവാകുവാൻ കേര കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി 140 കോടി രൂപയാണ് അനുവദിച്ചത്. ആ 140 കോടിയുടെ കണക്കിപ്പോൾ എവിടെയെന്ന് ചോദിച്ചാൽ പറ്റുക, വരുക, മിച്ചങ്ക, ഇല്ലക എന്ന് മാത്രമാണ്. കാശെല്ലാം വേറെ വഴിക്ക് ചെലവഴിച്ചു. ഇവിടെ കർഷക കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഈ പഞ്ചായത്തിലെ നിരവധിയായ കർഷക സുഹൃത്തുക്കൾ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മുഖേന കാർഷിക കേര പ്രോത്സാഹന പദ്ധതി നടപ്പാക്കിയപ്പോൾ ഇടുക്കി ബ്ലോക്കിൽ മാത്രം ചെലവഴിച്ചത് 3 കോടി രൂപ. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടോമി പാലക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി ആഗസ്തി അഴകത്ത്, PK മോഹൻദാസ്, ജോബി ചാലിൽ, ഷിജു നരിത്തൂക്കിൽ, നാരായണൻ കുന്നിനിയിൽ, സോയ്മോൻ സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. കേരള കോൺഗ്രസ് കട്ടപ്പന മുനിസിപ്പൽ മണ്ഡലം കൺവെൻഷൻ 18-ന് ഉച്ചകഴിഞ്ഞ് 3-ന് മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ നടക്കും. വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് PC തോമസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ നിർമ്മാണ നിരോധനം പിൻവലിക്കാനും ഭൂപ്രശ്നം പരിഹരിക്കാനും വന്യജീവി ആക്രമണം തടയാനും മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടുന്ന LDF സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ നിർമ്മാണ നിരോധനം ഉൾപ്പെടെയുള്ള ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിലും വന്യജീവി ശല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം തീർത്തും നിരാശകരവും ഈ വിഷയം പരിഹരിക്കുന്നതിന് യാതൊരു സാഹചര്യവും ഉണ്ടാകാത്തതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയിൽ അംഗമായിരിക്കുന്ന ശ്രീ റോഷി അഗസ്റ്റിൻ പ്രതിനിധീകരിക്കുന്ന ഇടുക്കി ജില്ലയിൽ പോലും ഇത്തരം ഗുരുതരമായ വിഷയങ്ങളുണ്ടായിട്ട് പരിഹരിക്കാൻ വേണ്ടിയുള്ള യാതൊരു ശ്രമവും നടക്കുന്നില്ല. ഇതിനെതിരെ കേരള കോൺഗ്രസ് പാർട്ടി അതിശക്തമായ സമര പരിപാടികൾക്ക് രൂപം കൊടുത്തുകൊണ്ടിരിക്കും. നമുക്കറിയാം, ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം ഇടുക്കി ജില്ലയിൽ മാത്രം ഏർപ്പെടുത്തിയിരിക്കുന്ന നിർമ്മാണ നിരോധനം ജില്ലയിലെ ആകെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിച്ചിരിക്കുകയാണ്. ഈ വിഷയങ്ങളെല്ലാം പരിഹരിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്ന ഭരണകക്ഷി ആളുകൾ CPM-ന്റെ CPI-യുടെ നേതാക്കന്മാർ നിരന്തരം പ്രസ്താവന ഇറക്കുകയും സമരം ചെയ്യുകയും ചെയ്യുന്നത് ഈ ജില്ലയിലെ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. 18-ാം തീയതി നടക്കുന്ന കേരള കോൺഗ്രസ് കട്ടപ്പന മുനിസിപ്പൽ മണ്ഡലം കൺവെൻഷൻ വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് PC തോമസ് ഉദ്ഘാടനം ചെയ്യും. പാർട്ടി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോയ് എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് മുതിർന്ന അംഗങ്ങളെ ആദരിക്കും. ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് തോമസ് പെരുമിന, കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ, ജോയി കൊച്ചുകരോട്ട്, ഫിലിപ്പ് മലയാറ്റ്, ചെറിയാൻ ജോസഫ്, ബിജു ജോൺ, OT ജോൺ തുടങ്ങിയവർ സംസാരിക്കും. നമുക്കറിയാം, ഇന്ന് റോഡിലിറങ്ങിയാൽ പട്ടി കടിയും, വീട്ടിലിരുന്നാൽ ആനയോ കടുവയോ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് സംസ്ഥാനത്തുടനീളമുള്ളത്.
ഇടുക്കി ജില്ലയിലെ നിരവധിയായ പ്രശ്നങ്ങൾ, ഭൂപ്രശ്നം ഉൾപ്പെടെ നിരവധിയായ വിഷയങ്ങൾ ഇന്ന് നിലനിൽക്കുകയാണ്. അതൊന്നും പരിഹരിക്കാൻ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിനോ അല്ലെങ്കിൽ ഗവൺമെന്റോ തയ്യാറായിട്ടില്ല. ഇതിനെതിരായി അതിശക്തമായ സമര പരിപാടികൾ കേരള കോൺഗ്രസ് പാർട്ടി രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം കൺവെൻഷൻ പാർട്ടിയെ സജ്ജമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി കൺവെൻഷൻ നടത്തുകയാണ്. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് തോമസ് പെരുമന, ജോയി കൊടുക്കച്ചിറ, ഫിലിപ്പ് ജി മറയാറ്റ്, ചെറിയാൻ ജോസഫ്, ബിജു വാലുമേൽ എന്നിവർ പങ്കെടുത്തു. സ്കൂൾ പാചകത്തൊഴിലാളി യൂണിയൻ CITU ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടന്നു. CITU ജില്ലാ ട്രഷറർ KV ശശി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പതാക ഉയർത്തലിനും പുഷ്പാർച്ചനയ്ക്കും ശേഷമായിരുന്നു സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. അടിമാലി CITU ഓഡിറ്റോറിയത്തിൽ ക്രമീകരിച്ച ആനത്തലവട്ടം ആനന്ദൻ നഗറിലാണ് സ്കൂൾ പാചകത്തൊഴിലാളി യൂണിയൻ CITU ഇടുക്കി ജില്ലാ സമ്മേളനം നടന്നത്. സമ്മേളനത്തിന് മുന്നോടിയായി പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടന്നു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് തങ്കമ്മ ശിവൻ പതാക ഉയർത്തി. CITU ജില്ലാ ട്രഷറർ KV ശശി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആ ട്രേഡ് യൂണിയനകത്ത് അംഗങ്ങളാകുന്നതാണ് അവരുടെ രാഷ്ട്രീയമേത് എന്ന് നോക്കേണ്ട കാര്യം. അവരുടെ തൊഴിൽ, അവരുടെ കൂലി, ജോലി സ്ഥിരത ഇതെല്ലാം സംരക്ഷിക്കുകയാണ് ഒരു ട്രേഡ് യൂണിയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. ആ ജോലി നിർവഹിക്കുന്നതിനകത്ത് നമ്മുടെ യൂണിയനെ എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയും, അതിനകത്ത് എന്താണ് പോരാടിക്കുക. കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം ഈ സമ്മേളനം വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള നിരവധിയായ ആ പ്രവർത്തനങ്ങളുടെ പോരാളികൾ എന്താണ് എന്ന് വിമർശനപരമായി പരിശോധിച്ച് പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് മാസവരി പിരിവും മറ്റ് ഫണ്ട് പിരിവും ഒക്കെ ഉണ്ടാവും. ആ ഫണ്ടൊക്കെ എങ്ങനെ ചെലവ് നമ്മുടെ യൂണിയൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഈ പണമെല്ലാം അതിൻ്റെ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ച് പാസ്സാക്കിക്കൊണ്ട് പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മുടെ സമ്മേളനം പിരിയുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് തങ്കമ്മ ശിവൻ അധ്യക്ഷയായിരുന്നു. P രാജാറാം പ്രവർത്തന റിപ്പോർട്ടും KV ദേവി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ശൈലജ CK, മാത്യു ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പും നടന്നു. കോൺഗ്രസ് ഉപ്പുതറ കോതപാറ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ വെച്ച് പാർട്ടിയുടെ മുൻകാല പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും വരും കാലങ്ങളിലെ പ്രവർത്തനങ്ങളെപ്പറ്റി ചർച്ച നടക്കുകയും ചെയ്തു. രാജ്യം ഭരിക്കുന്ന BJP സർക്കാരും സംസ്ഥാനം ഭരിക്കുന്ന LDF സർക്കാരും ജനദ്രോഹ നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC പ്രസിഡന്റ് CP മാത്യു പറഞ്ഞു. രാജ്യം ഭരിക്കുന്ന BJPയെ സംബന്ധിച്ച് അവർക്കൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന കേരളത്തിലിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കും ഒരു കോട്ടവും നഷ്ടം വന്നിട്ട് ഒരു കോട്ടവും ഉണ്ടായിട്ടില്ല. അവർക്കെല്ലാം കിട്ടിയത് ലാഭമായിരുന്നു. ഇവിടെ അർത്ഥരായ ഫക്കീറിനെ പോലെ എല്ലാ അധികാരങ്ങളും സൗഭാഗ്യങ്ങളും ചുവപ്പ് പരവതാനി വരിച്ച് പോകാമായിരുന്ന ഒരു കാലഘട്ടത്തിൽ രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കുവാൻ വേണ്ടി ത്യാഗത്തിന്റെ ബലിവേദിയിൽ രക്തസാക്ഷിത്വം സമർപ്പിച്ച മഹാത്മജി, ആ മഹാത്മജിയുടെ നാമധേയമില്ലാതാക്കാൻ പറ്റുമോ എന്ന് പരീക്ഷിക്കുകയാണ് കേന്ദ്രം ഭരിക്കുന്ന അധികാരികൾ. BJP ഇന്ന് നെഹ്റു യുവകേന്ദ്ര എന്ന സ്ഥാപനത്തിന്റെ പേര് മാറ്റി പുതിയ പേരിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഇതിഹാസ പുരുഷന്മാരായ ഹിമാലയ സമാനമായ വ്യക്തിത്വങ്ങൾ നൂറുകണക്കിന് ആളുകൾ അവരെ രാഷ്ട്രത്തിന് സംഭാവന ചെയ്തതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പരിപാടിയിൽ വെച്ച് കോൺഗ്രസിന്റെ മുൻകാല പ്രവർത്തകരെ ആദരിച്ചു. KPCC സെക്രട്ടറി തോമസ് രാജൻ, സിറിയക് തോമസ്, സിജോ പാറക്കൽ, അരുൺ പൊടിപാറ, ജോർജ് കൂറുംപുറം, സാബു മാത്യു മണ്ണാർത്ത തുടങ്ങിയവർ സംസാരിച്ചു. MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പുന്നയാർ ആറുകണ്ടം ഇറക്കുത്തിപ്പടി റോഡിന്റെ ഉദ്ഘാടനം നടന്നു. ഡീൻ കുര്യാക്കോസ് MP റോഡ് നാടിന് സമർപ്പിച്ചു. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 12ാം വാർഡിൽ MP ഫണ്ടിൽ നിന്ന് 18 ലക്ഷം രൂപ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കിയ പുന്നയാർ ആറുകണ്ടം ഇറക്കുത്തിപ്പടി റോഡിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. പുന്നയാർ ST കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അധ്യക്ഷയായിരുന്നു. ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം നാടിനോടൊപ്പം ഞാൻ ഇവിടെ പങ്കുവയ്ക്കുകയാണ്.
നമുക്കറിയാം MP ഫണ്ട് ജനങ്ങളുടെ പൈസയാണ്. MP-മാരും MLA-മാരും ചെലവഴിക്കുന്ന പ്രാദേശിക വികസന ഫണ്ട് അത് യുദ്ധമനുസരിച്ച് നാട്ടിലെ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടി ജനപ്രതിനിധികൾക്ക് വേണ്ടി വകയിരുത്തിയിരിക്കുന്ന ഒരു പ്രത്യേകമായ സംവിധാനമാണ്. അപ്പോൾ 5 കോടി രൂപയാണ് നമുക്ക് പ്രതിവർഷം കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത്. 5 കോടി രൂപ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ 5 കോടി രൂപയാണെങ്കിലും നമ്മുടെ മണ്ഡലത്തിന്റെ വലിപ്പം അനുസരിച്ച് പ്രായോഗിക തലത്തിൽ അത് വിനിയോഗിക്കാൻ വലിയ പ്രയാസമുണ്ട്. തുടർന്നാൽ 75 പഞ്ചായത്തുണ്ട് നമ്മുടെ ഈ ഭാഗങ്ങളിൽ. വാർഡുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ 1350 വാർഡ്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. റോഡിനായി ഫണ്ട് അനുവദിച്ച MPയെ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാന്ദ്രമോൾ ജിന്നി, പൗരസമിതി കൺവീനർ ഷാജി ഇറക്കുത്തിയിൽ, AP ഉസ്മാൻ, ആഗസ്തി അഴകത്ത, ജോബി ചാലിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബേബി ഐക്കര, സോയിമോൻ സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. BSc മാത്സ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ നൂബ അനൂപിനെ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു. പ്രവർത്തകർ നൂബയുടെ വീട്ടിലെത്തിയാണ് ഉപഹാരം കൈമാറിയത്. MG സർവകലാശാല BSc മാത്സ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ കട്ടപ്പന ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥി നൂബ അനൂപിനെയാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. അനൂപിന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം തൻ്റെ മകളിലൂടെ ഇപ്പോൾ പൂണിയാൻ പോവുകയാണ്. കാരണം അനു ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലൂടെയാണ് കടന്നു വന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മിടുക്കനായ ഒരു സ്പോർട്സ് താരമാണ്. കൃത്യമായും നല്ല നിലയിൽ എത്തേണ്ട പ്രിയപ്പെട്ട അനൂപ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഒരു പക്ഷെങ്കിൽ എത്തപ്പെടാൻ പറ്റിയില്ല എങ്കിലും മകളിലൂടെ എത്തപ്പെടാൻ പോകുന്നൊരു സാഹചര്യത്തിലേക്ക് അങ്ങനെയാണല്ലോ നമ്മുടെ ആഗ്രഹങ്ങളിൽ നമുക്ക് സഫലമാകാൻ പറ്റുന്നത്. അപ്പോൾ ആ പപ്പയുടെ ആഗ്രഹം കൃത്യമായും മോള് നിറവേറ്റുമെന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. നൂബയുടെ വീട്ടിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ പൊന്നാടി അണിയിച്ചും മൊമന്റോ നൽകിയും അനുമോദനം ഒരുക്കിയിരുന്നു. മണ്ഡലം പ്രസിഡന്റ് സിച്ചു ചക്കുമൂട്ടിൽ, ഷമീജ് കെ ജോർജ്, ഷാജി വെള്ളമാക്കൽ, നന്ദൻ മേനോൻ, ഷിബു പുത്തൻപുരക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന വെള്ളയാങ്കുടി സമന്വയ റെസിഡൻസ് അസോസിയേഷൻ വാർഷികവും കുടുംബസംഘവും 18-ാം തീയതി നടക്കും. കുടുംബസംഗമം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നീണ്ടൂർ സണ്ണിയുടെ വസതിയിലാണ് സമന്വയ റെസിഡൻസ് അസോസിയേഷൻ വാർഷികവും കുടുംബസംഗമവും നടക്കുന്നത്. ഉച്ചകഴിഞ്ഞ് 2:30 വാർഷിക പൊതുയോഗവും 3:30 തെരഞ്ഞെടുപ്പും നടക്കും. 4 മണിക്ക് കുടുംബ സാമൂഹ്യ ബന്ധങ്ങളിൽ ലഹരിയുടെ സ്വാധീനം എന്ന വിഷയത്തിൽ റിട്ടയർഡ് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ അബ്ദുൽ ജബ്ബാർ ക്ലാസുകൾ നയിക്കും. ഈ കാലഘട്ടത്തിൽ അയൽക്കാർ പരസ്പരം അറിയാൻ കഴിയാത്ത ഒരു നാഗരിക ശൈലിയാണ് എല്ലാ പ്രദേശങ്ങളിലും ഉള്ളത്. അപ്പോൾ ഞങ്ങളുടെ പ്രദേശത്തെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകളെ പരസ്പരം അറിയാനും അവിടെ താമസിക്കുന്ന ആളുകൾ ഏത് തരത്തിലുള്ളവരാണ്, എവിടുന്ന് വന്നവരാണ്, എങ്ങനെയുള്ളവരാണ്, അതോടൊപ്പം തന്നെ അവരുമായി പരമാവധി സഹകരിച്ച് പൊതുവായി എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ കൂട്ടായി ആലോചിക്കാനും അവയ്ക്ക് പരിഹാരം കണ്ടെത്താനും വേണ്ടി ഒരു സംവിധാനം ആവശ്യമാണ് എന്ന് കണ്ടാണ് ഞങ്ങൾ അതിൻ്റെ തുടക്കം കുറിച്ചത്. നല്ല നിലയിൽ ഞങ്ങളുടെ പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷനിലെ ആളുകൾ സഹകരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾ നടത്താൻ പോകുന്ന ഈ 18-ാം തീയതിയില്ല, നാളെ കഴിഞ്ഞത്തെ പരിപാടിയിൽ അതായത് ഒരു 350 പേര് പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 5 മണിക്ക് നടക്കുന്ന കുടുംബസംഗമം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്യും. PJ ജോസഫ് അധ്യക്ഷനാകും. നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ മിന്നി മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ അനുമോദിക്കും. നഗരസഭാ കൗൺസിലർ ബീന ജോബി, പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് VS അഭിലാഷ് തുടങ്ങിയവർ സംസാരിക്കും. ഞായറാഴ്ച 4 മണിക്ക് സണ്ണി നീണ്ടൂരിൻ്റെ ഭവനാങ്കണത്തിൽ വെച്ച് നടത്തുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിക്കും. മുഖ്യപ്രഭാഷണം അഡ്വക്കേറ്റ് KJ ബെന്നി. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിലെ ലഹരിയെക്കുറിച്ചുള്ള ഒരു ക്ലാസ് എക്സൈസിൻ്റെ പ്രിവൻറ്റീവ് ഓഫീസർ അബ്ദുൽ ജബ്ബാർ സാറ് നിർവഹിക്കും. തുടർന്ന് ഗാനമേളയും സ്നേഹവിരുന്നും ഉണ്ട്. ഏകദേശം ഒരു 300-400ഓളം പേര് ഈ ബിസിനസ് വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കുമെന്നാണ്
ഇതുവരെ അറിയിച്ചിരിക്കുന്നത്. വിവിധ കലാപരിപാടികൾ, ഗാനമേള, സ്നേഹവിരുന്ന എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ PJ ജോസഫ്, സണ്ണി നീണ്ടൂർ, സിജോ എവറസ്റ്റ്, ബിനീഷ് ചാണ്ടി, ശൈലാമണി VS എന്നിവർ പങ്കെടുത്തു. വണ്ടൻമേട് കറുവാക്കുളം ശ്രീ മുത്തുമാരി ക്ഷേത്രത്തിൽ 12 വർഷത്തിലൊരിക്കൽ നടത്തുന്ന പുനഃപ്രതിഷ്ഠ നടന്നു. പ്രകാശ് ആചാര്യൻ തന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി മുരുകേശന്റെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. 3 ദിവസങ്ങളിലായാണ് പുനഃപ്രതിഷ്ഠയും കുംഭാഭിഷേകവും വിപുലമായി നടത്തിയത്. മുത്തുമാരി, മഹാഗണപതി, കറുപ്പുസ്വാമി, നാഗരാജ, ധർമ്മശാസ്താവ് തുടങ്ങിയ പ്രതിഷ്ഠകളാണ് ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്നത്. 48 ദിവസത്തെ നോയമ്പിനു ശേഷമാണ് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളിൽ ഭക്തജനങ്ങൾ പങ്കെടുത്തത്. 150 വർഷത്തോളം പഴക്കമുള്ള ശ്രീ മുത്തുമാരി ക്ഷേത്രത്തിന്റെ ഭാഗമായ കുളം ഏറെ പ്രസിദ്ധവുമാണ്. ക്ഷേത്രം പ്രസിഡന്റ് K. കുമാർ, ട്രഷറർ M. തിരുവാസു, സെക്രട്ടറി R. രാമരാജൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇവിടെ വലിയവനും ചെറിയവനില്ലാതെ എല്ലാ ആളുകളുടെയും പിന്തുണയോടുകൂടിയാണ് ഈ കറുവാക്കുളത്ത് മഹാകുംഭാഭിഷേകം നടത്തുന്നത്. ഇത് ആചാരമായ ക്ഷേത്രമാണ്, ശക്തിയുള്ള ക്ഷേത്രമാണ്. അമ്മയുടെ കയ്യിൽ വന്ന് എന്ത് ചോദിച്ചാലും വാരിക്കോരി തരുന്ന ഒരു അമ്മയാണ് മുത്തുമാരി ക്ഷേത്രം. അതുകൊണ്ട് 12 വർഷത്തൊരിക്കൽ നടത്തിയ മുത്തുമാരി ക്ഷേത്രത്തിൻ്റെ ഈ മുത്തുമാരി ക്ഷേത്ര ഫ്രണ്ടിലാണ് നമ്മൾ കുളമുള്ളത്. ഇത് വറ്റാത്തൊരു കുളമാണ് ഈ കുളം. ആ വേനയ്ക്ക് നമ്മൾ അടിച്ചു കളയാണ്, വെള്ളം കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചുറ്റിനുള്ള ആളുകൾ ദൈവികമായി എല്ലാ ദിവസവും വന്ന് പൂജിക്കാനും അതിനുള്ള വഴിപാട് നടത്താനുള്ള സംവിധാനമുണ്ട്. ദൈവിക ശക്തി കൂടുതലുള്ള ഈ മുത്തുമാരി 12 വർഷത്തൊരിക്കൽ ഞങ്ങൾ നടത്തുന്ന ഈ പുനഃപ്രതിഷ്ഠ മഹോത്സവം നടത്തപ്പെടുകയാണ്. ചടങ്ങുകളിൽ വിശിഷ്ട അതിഥികളായി എത്തിയവരെ ആദരിച്ചു. OR നാരായണൻ, LRS രാമമൂർത്തി, VTR രാജേന്ദ്രൻ, കറുപ്പയ്യ, C. അമാവാസി, VC വർഗീസ്, K. ആറുമുഖം, PM പ്രസാദ് തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. കടപ്പന സെന്റ് ജോൺസ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെ 18ാമത് ബാച്ചിന്റെ ഗ്രാജുവേഷൻ സെറിമണി നടന്നു. ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി മുഖ്യാതിഥിയായി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ജില്ലാ കളക്ടറെ സ്വീകരിച്ചത്. കട്ടപ്പന സെന്റ് ജോൺസ് കോളേജ് ഓഫ് നഴ്സിംഗിൽ 18ാമത് ബാച്ചിലെ 56 വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ സെറിമണിയാണ് നടന്നത്. ചടങ്ങിൽ ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരുടെ ജീവിതത്തിലും ഒരു അർത്ഥമുണ്ട്. ഈ അർത്ഥം എന്താ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ അർത്ഥത്തിലേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. അതിലെ ഇറ്റ് ഇസ് നോട്ട് എൻറ്റയർലി ലിവിങ് യുവർ സെൽഫ് ടു ലിവ് ഫോർ അതേഴ്സ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ 24 മണിക്കൂറുണ്ടല്ലേ. ഈ 24 മണിക്കൂറിലെ ഒരു അരമണിക്കൂർ മറ്റുള്ളവരുടെ സഹായത്തോടെ ജീവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും. യുവർ നേഴ്സസ് ഐ നോ ആൻഡ് ബിയോണ്ട് ദാറ്റ്, ബിയോണ്ട് യുവർ കരിയർ, ബിയോണ്ട് യുവർ ഡ്യൂട്ടി. ഇവിടെ ഉള്ളവർക്കും പിന്നെ നമ്മൾ ബാക്കിൽ നമ്മുടെ പേരൻസോടൊപ്പം കുറച്ച് കുട്ടികളുമുണ്ട്. നമ്മളെ എല്ലാവരും ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാര്യം ഇരിക്കുന്നതിൻ്റെ റീസൺ നമ്മൾ മാത്രമല്ല, നമ്മുടെ പേരൻസ് മാത്രമല്ല, സമൂഹത്തിലെ കുറേ വർഷങ്ങൾക്ക് മുന്നേ, ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ്, സെഞ്ച്വറീസ്, പലരും നമുക്ക് വേണ്ടി കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, സാക്രിഫൈസസ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് നോട്ട് അപ്രീഷിയബിൾ അൺലെസ് വി ടേക്ക് ഇൻട്രസ്റ്റ് ഓൺ ദാറ്റ്. സോ ഇനി നമ്മുടെ സമൂഹത്തിലെ പാവങ്ങളായിട്ട് നന്നായിട്ട് പ്രിവിലേജ് അല്ലാത്ത ആൾക്കാർ ഒത്തിരി ഉണ്ടല്ലേ ഇപ്പോഴും. അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യും. തുടർന്ന് ജില്ലാ കളക്ടർ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. നഴ്സിംഗ് ഡയറക്ടർ സിസ്റ്റർ മിഴ്സ് ടോം പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കട്ടപ്പന താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉമാദേവി, സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ ജനറൽ മാനേജർ ജേക്കബ് കോര, PTA പ്രസിഡന്റ് MC ബോബൻ, കോളേജ് പ്രിൻസിപ്പൽ ആൻമേരി ലൂയിസ്, മെൽഗ മാത്യു എന്നിവർ സംസാരിച്ചു. ഉപ്പുതറ തപസ്യ നാട്യകലാക്ഷേത്രയുടെ 31ാം വാർഷികവും കുട്ടികളുടെ അരങ്ങേറ്റവും നടന്നു. ഗുരുവായൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ വർഷത്തെ കുട്ടികളുടെ അരങ്ങേറ്റം സംഘടിപ്പിച്ചത്. നടനകലയുടെ ചുവടുകൾ തെറ്റാതെ തപസ്യ നാട്യകലാക്ഷേത്ര 31ാം പടവ് ചവിട്ടിക്കയറി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീവത്സം ഓഡിറ്റോറിയത്തിലാണ് വാർഷികവും അരങ്ങേറ്റവും സംഘടിപ്പിച്ചത്. നെല്ലൻകുഴിയിൽ കലാമണ്ഡലം ബീനിയുടെ കീഴിൽ അഭ്യസിച്ച കുട്ടികളുടെ അരങ്ങേറ്റം ഭഗവാന്റെ തിരുസന്നിധിയിൽ നടത്താനായത് അനുഗ്രഹവുമായി അരങ്ങേറിയ നർത്തകരും അധ്യാപകരും കാണുന്നു.
22 നർത്തകിമാരാണ് അരങ്ങേറ്റം കുറിച്ചത്. കലാമണ്ഡലം ബഭ്യ ഇ പ്രഭ വായ്പാട്ടും, RLV അടൂർ ബി ശിവജി വയലിനും, രവികുമാർ ജി പുല്ലാങ്കുഴലും, കലാമണ്ഡലം രഞ്ജിത്ത് ബാബു മൃദംഗവും, കലാമണ്ഡലം ബീന അപർണ ശശിയും ചേർന്ന നാട്ടുവാകവും നിർവഹിച്ചു. രാത്രിയിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അരങ്ങേറ്റം നടന്നത്. ഉപ്പുതറയുടെ മണ്ണിൽ ഇനിയും നർത്തകിമാരെ വാർത്തെടുക്കുന്നതിനുള്ള പ്രവർത്തനത്തിലാണ് തപസ്യ നാട്യകലാക്ഷേത്ര. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതോടെ സ്കൂൾ വിപണിയും സജീവമായി. വ്യാപാരശാലകളിലൊക്കെയും കുടയും ബാഗുമടക്കം പഠനോപകരണങ്ങൾ വാങ്ങാൻ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വിപണിയിൽ കാര്യമായ വിലവർധനവുണ്ടായിട്ടില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പുതിയ കലാലയ വർഷത്തെ വരവേൽക്കാൻ ഒരുക്കങ്ങൾ ആരംഭിച്ചതോടെ സ്കൂൾ വിപണിയും സജീവമായി. കുടകൾ, ബാഗുകൾ, മഴക്കോട്ടുകൾ, നോട്ട്ബുക്കുകൾ, മറ്റു പഠനോപകരണങ്ങളൊക്കെയും വിപണി കീഴടക്കി കഴിഞ്ഞു. കുടകളിലും ബാഗുകളിലുമാണ് കുട്ടികളെ ആകർഷിക്കാൻ ഇത്തവണയും നിർമ്മാതാക്കൾ വ്യത്യസ്തത പരീക്ഷിച്ചിട്ടുള്ളത്. നോട്ട്ബുക്കുകൾക്കടക്കം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വിപണിയിൽ കാര്യമായ വിലവർധനവ് ഉണ്ടായിട്ടില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. ഈ വർഷത്തെ സ്കൂൾ വിപണി പൊതുവെ സജീവമാണ്. ഈ വർഷത്തിൽ പ്രത്യേകത എന്ന് പറയുന്നത് നോട്ട്ബുക്കുകൾക്ക് വില കുറവുണ്ട്. അതുപോലെ പേപ്പർ ടാക്സ് കുറഞ്ഞു, പേപ്പറിൻ്റെ വില കുറഞ്ഞു. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോട്ട്ബുക്കുകളുടെ വില കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്കൂൾ ബാഗുകൾക്ക് വില കൂടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പക്ഷെ ഞങ്ങൾ 1500 രൂപയ്ക്ക് ഒരു ബാഗ്, 8 ബുക്കുകൾ, അതുപോലെ അതിൻ്റെ അകത്ത് കുട, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, ടിഫിൻ ബോക്സ്, സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽ ഉൾപ്പെടെ പെൻസിൽ ഉൾപ്പെടെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് കാര്യമായിട്ട് ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ നമ്മളുടെ നോട്ട്ബുക്കുണ്ട്, നളന്ദ നോട്ട്ബുക്ക്. അത് നമ്മളതിന് പ്രത്യേകത ഇതുപോലെ പെർഫെക്റ്റ് ബൈൻഡിംഗ് ആണ്, സ്റ്റാപ്പിൾ ചെയ്തിരിക്കുന്ന ബുക്കുകളല്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ പേപ്പർ ഇളക്കി ഒരു പീസ് പറിച്ചെടുത്താൽ പോലും ബുക്കുകൾ ഇളകി പോകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മളുടെ ബുക്കുകൾക്ക് കാര്യമായിട്ടുള്ള ഡിമാൻഡുണ്ട്. വസ്ത്രവ്യാപാരശാലകളിലും ചെരുപ്പ് കടകളിലും സ്കൂൾ വിപണി സജീവമായതോടെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. തയ്യൽ കടകളും സജീവമാണ്. വരുന്ന 3-4 ആഴ്ചയോളം സ്കൂൾ വിപണിയിലെ ഈ തിരക്ക് തുടർന്നേക്കുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. സ്കൂൾ തുറക്കുന്ന ദിവസം അടുക്കുന്നതോടെ തിരക്കിനിയും വർദ്ധിച്ചേക്കുമെന്നും വ്യാപാരികൾ കണക്കുകൂട്ടുന്നു. ഒരു കുട്ടിക്ക് വേണ്ടുന്ന പഠനോപകരണങ്ങൾ അത്രയും കിറ്റാക്കി നിശ്ചിത വിലയ്ക്ക് വിൽപ്പന നടത്തുന്ന രീതിയും ഇത്തവണത്തെ സ്കൂൾ വിപണിയിൽ ട്രെൻഡായി മാറിയിട്ടുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. RNS സ്പൈസസ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 180, വിൽപ്പനയ്ക്ക് വന്നത് 34,361, വിൽപ്പന നടന്നത് 33,527, കൂടിയ വില 3,004, ശരാശരി വില 2,478. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 685 രൂപ, ഏലം കൂടിയ വില 2,300, ഏലം ശരാശരി വില 2,000. കാപ്പിപ്പരിപ്പ് 430, ഗ്രാമ്പു 780, കൊക്കോ 80, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,720 രൂപ, വെള്ളി 108. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിന്നക്കനാൽ വില്ലേജിൽ റവന്യൂ വകുപ്പിന്റെ ഭൂമി കയ്യേറി വനം വകുപ്പ് ബോർഡ് സ്ഥാപിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധം.
വനം വകുപ്പ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ആനയിറങ്കൽ ജലാശയത്തിലേക്കുള്ള റോഡ് അടച്ചുകൊണ്ട്. ഇതോടെ വനം വകുപ്പ് ഓഫീസ് ഉപരോധമടക്കമുള്ള സമരത്തിനൊരുങ്ങി നാട്ടുകാർ. യൂത്ത് കോൺഗ്രസിന്റെ പ്രകോപനപരമായ മുദ്രാവാക്യം ഏത് സാഹചര്യത്തിലാണെന്ന് അറിയില്ലെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞവരോട് തന്നെ അതേക്കുറിച്ച് ചോദിക്കണം. കത്തി കണ്ടെത്തേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തം. ധീരജിനെ കുത്തിയത് യൂത്ത് കോൺഗ്രസുകാർ അല്ലെന്നും ഡീൻ കുര്യാക്കോസ്. കല്ലാർകുട്ടി പട്ടയ വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി. പട്ടയാവകാശ സംരക്ഷണ വേദിയുടെ ആക്ഷേപം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം സർവേ നടപടികളുമായി രംഗത്ത് വരുന്ന സാഹചര്യമെന്ന്. കാലാകാലങ്ങളായി നടക്കുന്ന സർവേ നടപടികളായി മാത്രം പട്ടയ നടപടികൾ ചുരുങ്ങുന്ന സമീപനം അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും പട്ടയാവകാശ സംരക്ഷണ വേദി. അറക്കുളം AE ഓഫീസിന്റെ സീലിംഗ് പൊളിഞ്ഞു വീണ അപകടം. വൻ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. അപകടം നടന്നത് AEO ഉൾപ്പെടെയുള്ള ജീവനക്കാർ ഓഫീസിലിരിക്കുമ്പോൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.